ഹലോ ഗായ്സ്, ലെസ് പ്ലാൻ്റെ 34ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു ഫാമിൻ്റെ വീഡിയോ ആണ് ഉണ്ടാക്കിയത്, നമുക്ക് എസ്പിക്ക് ആവശ്യമായിട്ടുള്ളതിനെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബിൽഡാണ്. എന്ന് വെച്ചാൽ ഒരു ബിൽഡ് മാത്രമല്ല, നമ്മളൊരു ബീഫ് ഫാം കൂടി അതിൽ ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ ഓട്ടോമാറ്റിക്കും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ മാനുവൽ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മൾ ഈ ഏരിയക്കകത്ത് തന്നെ ബിൽഡ് ചെയ്യാൻ പോണത്. പക്ഷേ ഇത് കുറച്ച് ചെറുതാണ്, നമുക്ക് ഇത്ര ഏരിയ മതിയാവില്ല, നമുക്ക് കുറച്ചുകൂടി ഏരിയൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്നും കൂടി മാറ്റിയെടുക്കേണ്ടി വരും. ഇവിടെ ഒരു ബ്ലോക്ക് കൂടി വരാനുണ്ട്, പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റണം. ഇപ്പോൾ ഏകദേശം നൈറ്റ് ആയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി ഒന്ന് ഉറങ്ങി വെച്ചിട്ട് വരാം. പിന്നെ നമ്മൾ ഈ ഏരിയക്കായി ചെയ്യുന്ന പൊട്ടാറ്റും ക്യാരറ്റൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ ഒരു ബോൺമീൽ സെറ്റപ്പ് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കെന്തായാലും ബോൺമീലിൻ്റെ ആവശ്യം വരില്ല, എന്തായാലും നമുക്കിത് ഒന്ന് ഒഴിവാക്കി കളയണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമുക്കെന്തായാലും ഇവിടുന്ന് കുറച്ചായിട്ടെങ്കിലും നമുക്ക് ബോൺമീൽ കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് വെച്ചിരിക്കുന്ന പെട്ടി മാറ്റാൻ പറ്റും. ഇതിലൊന്നുമില്ല പ്രത്യേകിച്ച്, പക്ഷേ ഈ പെട്ടിയിൽ ആവശ്യത്തിന് ഏറെയുള്ള സംഭവങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതിൽ കൊടുത്തുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് ബോൺമീലായി കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് ഈ ഭാഗം ഒന്ന് ക്ലീൻ ആക്കി തുടങ്ങാം. നമുക്ക് കുറച്ചുകൂടി ഏരിയ ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെട്ടിത്തെളിക്കട്ടെ. ഇവിടെ കുറച്ചധികം ഡേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ പെട്ടെന്ന് തന്നെ തീരും. നല്ല അടിപൊളി ശവലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ സംഭവങ്ങൾ തീരുന്നുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ ഈ ഏരിയ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വരാം. അങ്ങനെ ഈ ഒരു കുറച്ച് ഭാഗം നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി വേറെ കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാനൊന്നുമില്ല, പക്ഷേ നമുക്ക് കുറച്ചും കൂടി ഭാഗം ആവശ്യം വരും. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ക്ലീൻ ആക്കേണ്ടി വരും. വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് ബിൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ 4 പെട്ടിയോട് കൊണ്ടുപോയി വെക്കാം. 4 ആവശ്യമില്ല, ഒരു 2 വെച്ചാലും മതി. ഇതിലത്തെ ഐറ്റംസ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ പെട്ടിയും കൂടി ഒന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇതിലത്തെ ഐറ്റംസൊക്കെ അതിൽ കൊണ്ടുപോയിടാം. അപ്പോൾ ഈ ഭാഗം ഒന്ന് ക്ലീൻ ആക്കി കിട്ടിക്കോളും. അവിടെ കുറേ കാലമായി ആ പെട്ടി ഇരിക്കൽ തുടങ്ങിയിട്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് ബ്രെഡിനായിട്ട് നല്ലത് പൊട്ടാറ്റോ കുക്ക് ചെയ്താണ് ഒന്നും കൂടി നല്ലത് എനിക്ക് തോന്നുന്നുണ്ട്. ബ്രെഡ് എന്തായാലും നമുക്ക് ഹങ്കർ ബാർ 2 കൂട്ടി തരുള്ളൂ. പൊട്ടാറ്റോ നമുക്ക് കുക്ക് ചെയ്താണെങ്കിൽ നമുക്ക് 3 വരെ കൂട്ടി തരും. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഹെൽത്ത് കൂടും തോന്നുന്നുണ്ട്. കറക്റ്റായിട്ട് അറിയില്ല, ബ്രെഡും അതും ഒരുപോലെയാണോ എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് കുറച്ച് പൊട്ടാറ്റോ എടുത്തതിൻ്റെ ശേഷം നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കാം. നമുക്ക് എങ്ങനെ ഉണ്ട് നോക്കാം. കുറച്ച് കാലം നമുക്ക് ഇനി പൊട്ടാറ്റോ കഴിച്ച് നോക്കാം. ഇത്രയും കാലം നമ്മൾ ബ്രെഡ് കഴിച്ച്, കാരണം എന്താ വെച്ചാൽ ബ്രെഡ് നമുക്ക് നല്ല രീതിക്ക് ആ ഫാമിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇനി നമുക്ക് കുറച്ച് കാലം നമുക്ക് പൊട്ടാറ്റോ ഒന്ന് കഴിച്ച് നോക്കാം. നമ്മൾ അതിൽ ഇത്രയും ബ്രെഡ് ഇരിക്കുന്നുണ്ട്, എന്നാലും നമുക്ക് ഇതിലേക്ക് തന്നെ എടുത്ത് വെക്കാം. ഇതിൽ കുറച്ച് പൊട്ടാറ്റോ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്മെൽറ്ററിൽ കൊടുന്ന് വെക്കാം. എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഐറ്റംസ് കിട്ടിക്കോളും. ഇതിൽ കൊടുത്തിട്ട് നമുക്ക് മേലെ വെച്ച് കൊടുത്താൽ മതി ആവശ്യത്തിനുള്ളത്. ഇതന്നെ നമുക്ക് ഒരുപാടുണ്ട്. ഇനി കുറച്ച് നേരത്തിന് നമുക്കിത് ഓഫാക്കി വെക്കണം, എന്നാലാണ് ഇത് എല്ലാത്തേക്കും എത്തുള്ളൂ, അല്ലെങ്കിൽ എല്ലാത്തേക്കും എത്തൂല. കറക്റ്റിനെ ഇവിടെ ഓഫാക്കി കുറച്ച് നേരം ഇരുന്നാലേ ഇതിൽ ഫില്ലാവുള്ളൂ. എന്നാലും പെട്ടെന്ന് തന്നെ ഫില്ലായിക്കോളും. അതതിനെ റെഡി ആയിട്ടുണ്ട് ഏകദേശം. ഇനി ഒരു സ്റ്റെക്കും കൂടി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഈ ബട്ടൺ ഇട്ട് കൊടുക്കാം. അപ്പം പിന്നെ എല്ലാത്തിനും നല്ല കറക്റ്റിന് എത്തിക്കോളും. ഇതിലിപ്പോൾ തന്നെ 8 വന്നിരിക്കുന്നുണ്ട്, എന്നാലും നമുക്ക് കൈക്ക് പിടിക്കാം. അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള പൊട്ടാറ്റോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു സ്റ്റേക്ക് നമ്മൾ കൈക്ക് പിടിക്കുന്നുണ്ട്. ഇനി ഇത് തീരുകയാണെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ വന്നെടുത്താൽ മതി. ഇതിൽ ആവശ്യത്തിനുള്ള വന്നിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നല്ല ഫുഡ് നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇവന്മാരെ പെട്ടി ഇപ്പോഴും നിറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ താഴെ 2 പെട്ടി ഇരിക്കുന്നുണ്ട്, അതും നിറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് മേലത്തെ പെട്ടിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കണം നമുക്ക്. ഇനി നമുക്ക് ബിൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്തായാലും ഐറ്റംസിൻ്റെ ആവശ്യം വരും. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് പെട്ടി എടുത്തിട്ടുണ്ട്. അതെന്തായാലും ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. ഒരു 3 ഡബിൾ ചെസ്റ്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒരു ആവശ്യമില്ല, നമുക്കെന്തായാലും ഒരു ഡബിൾ ചെസ്റ്റിലൊക്കെ ആവശ്യം വരുള്ളൂ, അതും വരുന്നുണ്ടാവില്ല. പിന്നെ എന്തായാലും ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് കോഡ്സ് ബ്ലോക്ക് വെച്ചിട്ടാണ്, പക്ഷേ നമ്മളെ കയ്യിൽ കോഡ്സ് ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും നെതറിട്ട് കയറണം. നമുക്കെന്തായാലും അത് കുറച്ചേ ആവശ്യം വരുള്ളൂ. നമുക്കെന്തായാലും ഒരു 2 സ്റ്റാക്കൊക്കെ നമുക്ക് എടുക്കാം. നമുക്കിപ്പോൾ സിൽ ടച്ച് വെച്ചിട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇനി വീട്ടിലെത്തിയതിൻ്റെ ശേഷം നമുക്ക് ഫോർച്യൂൺ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇനി അതൊന്നും കളക്ട് ചെയ്യണം. നമുക്ക് ഇവിടെ ഒക്കെ ഇരിക്കുന്നുണ്ടാവും, എല്ലാ ഭാഗത്തും ഇത് ഇരിക്കുന്നുണ്ടാവും. പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഐറ്റമാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഒരു 2 സ്റ്റാക്കിൻ്റെ ഒക്കെ ആവശ്യം വരുന്നുണ്ടാവുള്ളൂ. ഒന്ന് കളക്ട് ചെയ്യട്ടെ പെട്ടെന്ന്. അതങ്ങനെ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് തികയോന്ന് അറിയില്ല, കറക്റ്റ് അളവിനൊന്നല്ല ചെയ്യണത്. നമുക്ക് ഏകദേശം 2 സ്റ്റാക്കിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോവാം. എന്തായാലും നമ്മൾ ഓവർവേൾഡിൽ എത്തിയിട്ടുണ്ട്, പക്ഷേ ഈ ഭാഗത്ത് നൈറ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയി ഉറങ്ങി നീച്ചിട്ട് വരാം. നമുക്ക് പോണീൻ്റെ മുന്നേ നമുക്കൊരു സാധനം കൂടി എടുക്കാണ്ട്. നമ്മൾ ഫോർച്യൂൺ പിക്കാസ് ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ ബിൽഡൊക്കെ ചെയ്യണ ആ ഭാഗത്തെ റയർ പെട്ടിയിലുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് പോയി നോക്കാം.
ഞാനങ്ങനെ ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നമ്മളെ പിക്കാസ് ഈ വെട്ടിയിലകത്ത് ഇരിക്കുന്നുണ്ടാവും. ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ സ്പിയറും ഇതിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അതും കൂടി നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വെക്കണം. നമ്മൾ വീട്ടിലത്തെ പെട്ടിയിൽ തന്നെ കൊണ്ടുപോയി വെക്കണം. ഇനി നമുക്ക് കയ്യിലുള്ള കോഡ്സൊക്കെ ഇവിടെ നിന്ന് നിരത്തി വെക്കാം. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് മൈൻ ചെയ്ത് നോക്കാം. നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കണം. അപ്പോൾ ഒന്ന് നോക്കട്ടെ. നമ്മളങ്ങനെ കംപ്ലീറ്റ് മൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്ലോക്ക് കൊടുന്നെടുത്ത് എന്തായാലും കുഴപ്പമില്ല, നമുക്ക് അവിടെ തന്നെ തിരിച്ച് വെക്കാം. കോബിൾ സ്റ്റോൺ ആയി പോയി, നമുക്ക് പിന്നെ മാറ്റാം, അവിടെ തന്നെ ഇരിക്കട്ടെ. ഇനി എത്ര കിട്ടി നോക്കാം. നമുക്ക് ഏകദേശം 1 2 3 4 4.5 സ്റ്റാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത് മതിയാവും തോന്നുന്നുണ്ട്. ഒന്ന് ബ്ലോക്കാക്കി നോക്കട്ടെ. നമുക്ക് കോഡ്സിൻ്റെ ബ്ലോക്ക് ആകെ കൂടി നമുക്ക് 1 സ്റ്റാക്കേ കിട്ടിയിട്ടുള്ളൂ. നമ്മളതിന് ബ്രിക്കാക്കി മാറ്റാൻ പോവുകയാണ്. നമുക്ക് കോഡ്സ് അപ്പോൾ 1 സ്റ്റാക്കേ കിട്ടുള്ളൂ. നമുക്ക് 4 കോഡ്സ് ഉണ്ടെങ്കിൽ 1 ബ്ലോക്കാക്കി കിട്ടുള്ളൂ. നമുക്ക് എന്തായാലും 4 സ്റ്റാക്കല്ലേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ആവശ്യം വരും എന്തായാലും. ഇപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ബിൽഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇനി വേറെ ഐറ്റംസ് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളെ കോഡ്സും അതുപോലെ തന്നെ നമ്മൾ ഗ്ലാസും വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് എന്തായാലും ബിൽഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്യാൻ പോണത് സർക്കിളാണ്. എന്നിട്ട് ടൈമെന്നാണ് നമ്മൾ മേൽക്കും കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു 9 ബ്ലോക്ക് എടുക്കണം. 1 2 3 4 5 6 7 8 ഒരു ബ്ലോക്കും കൂടി നമ്മൾ വെക്കണം. ഇങ്ങനെ ഫസ്റ്റത്തെ ഒരു ലൈൻ വെക്കുക. പിന്നത്തെ വെക്കാൻ പോകുന്നത് 3 ബ്ലോക്കാണ്. ഇതുപോലെ 3 ബ്ലോക്ക്. ഇനി നമുക്ക് 2 എണ്ണമാണ് വെക്കാനുള്ളത്. 2 എണ്ണം നമുക്ക് 2 എണ്ണം വെക്കണം. ഇതുപോലെ ഒന്ന് ചെയ്യണം. പിന്നെ നമുക്ക് 1 ബ്ലോക്ക് ഇങ്ങനെ 5 എണ്ണം വെച്ചിട്ട് വെക്കണം. ഇതുപോലെ 5 എണ്ണം വെക്കണം. 3 എണ്ണം വെച്ച് ഇപ്പോൾ കറക്റ്റിന് 5 എണ്ണം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്കൊരു കറക്റ്റിനൊരു വട്ടം കിട്ടും. അപ്പോൾ നമുക്ക് അയിമ വെച്ചിട്ടാണ് നമുക്ക് അടുത്ത ബിൽഡ് ചെയ്യാൻ പോകുന്നത്. നമ്മളെ സർക്കിൾ അങ്ങനെ ഏകദേശം ഒരു പകുതി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളെ കോഡ്സ് ബ്ലോക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നെതർക്ക് കയറേണ്ടി വരും. അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം കുറച്ചധികം കോഡ്സ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒന്ന് നോക്കട്ടെ. 1 2 3 4 5 സ്റ്റാക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 1 സ്റ്റാക്കോളം ഗോൾഡും കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഇനി അതൊക്കെ ഒന്ന് ഫോർച്യൂൺ ചെയ്തെടുക്കട്ടെ. എത്ര കിട്ടും നമുക്ക് നോക്കാം. അതായത് നമ്മൾ കംപ്ലീറ്റ് പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ അടിയിൽ എടുക്കണമെന്ന് കളക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് എത്ര കിട്ടിയെന്ന് നോക്കാം. നമുക്കിത് ഏകദേശം കുറച്ചധികം കിട്ടിയിട്ടുണ്ട്. ഇതന്നെ നമുക്ക് മതിയാവും. ഇനി നമുക്കിതൊക്കെ ഒന്ന് ബ്ലോക്ക് ആക്കി എടുക്കാം. അതായത് നമുക്ക് 2 സ്റ്റാക്കും അതുപോലെ തന്നെ 45 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത് മതിയാവും. അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി നെതറിൽ പോകേണ്ടി വരും. നമുക്ക് എന്തായാലും സർക്കിൾ വരച്ചിടാനുള്ളതൊക്കെ ഇതിൽ തന്നെ എന്തായാലും കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ളതൊന്ന് ഒപ്പിച്ചാൽ മതിയാവും. അങ്ങനെ നമ്മളെ സർക്കിൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്താണ് നമ്മളെ ബിയും കാര്യങ്ങളൊക്കെ വരിക. നമ്മളൊരു ബിൽഡാക്കി ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ബാക്കി വരുന്ന ബ്ലോക്കൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. ഈ ഏരിയയിൽ കറക്റ്റിന് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുത്തതാണ്. ഇതൊക്കെ നമുക്ക് പൊട്ടിച്ച് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ എൻട്രൻസ് ഒന്ന് സെറ്റാക്കി കൊടുക്കാം. നമ്മൾ ഈ ഭാഗത്തേക്കായിട്ടാണ് എൻട്രൻസ് സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മളെ എൻട്രൻസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ. അത് തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 ബ്ലോക്ക് ഇവിടെ കൂടി ഒന്ന് വെക്കാനുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് വെച്ച് തീർത്തിട്ടുണ്ട്. നമ്മളെ എൻട്രൻസ് ഇത്രേ ഉള്ളൂ, ചെറുതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മേൽക്കൊന്ന് സെറ്റ് ചെയ്യണം. അത് നമ്മൾ നേരത്തെ ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ് ചെയ്യാൻ പോണത്. ആദ്യം ഇതുപോലെ 3 ബ്ലോക്ക്, പിന്നെ നമ്മൾ 2 ബ്ലോക്ക്, അങ്ങനെ തന്നെയാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ. അതാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഇതുപോലെ ഉണ്ട്. ഒരു ജിറാഫൊക്കെ ഇങ്ങനെ നിൽക്കുന്ന പോലെ ഉണ്ട്. ഇങ്ങനെ നമ്മൾ 4 സൈഡിൽ നിന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ചെയ്തെടുത്ത് ഇനി നമുക്ക് 3 സൈഡും കൂടി ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. അതൊന്ന് പെട്ടെന്ന് ചെയ്തെടുക്കട്ടെ. അതാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ 4 സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഗ്ലാസ്സാണ് വെക്കാനുള്ളത്. ആണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. ഞാനിങ്ങനെ ഇതെങ്ങനെയാണ് വെക്കേണ്ടത് എന്നൊക്കെ കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും വെച്ചാൽ കുളവും. അതെന്തായാലും 100% ഉറപ്പാണ്. എന്തായാലും നമുക്ക് പറ്റണ പോലെ ഒന്ന് വെച്ച് നോക്കാം. ഗ്ലാസ്സിന് പിന്നെ നമുക്ക് കുറവും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കൈക്കത്തന്നെ ഇപ്പം തന്നെ കുറച്ചധികം ഗ്ലാസ് ഉണ്ട്. ഇതിന് നമുക്ക് എന്തായാലും വെച്ച് നോക്കാം. എന്തായാലും തയ്യാൻ ഉണ്ടാവില്ല. നമുക്ക് എന്നാലും ഇത് ആവശ്യത്തിനുള്ള ഉണ്ടാവും ഏകദേശം. ഇനി നമുക്ക് ഗ്ലാസ്സിന് ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് സാൻഡ് കൊടുത്തിട്ട് നമുക്ക് സ്മെൽറ്ററിൽ ഇട്ടിട്ടാൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്ലാസ്സായി കിട്ടിക്കോളും. നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ഇല്ല അധികം. അപ്പോൾ ഇനി ടൈം വേസ്റ്റ് ചെയ്താൽ ഞാൻ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ സെറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മളെ ബിൽഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനലായിട്ടായിട്ട് വരുന്നത്. ഇതിൻ്റെ അകത്ത് കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റാണ്ട്. പിന്നെ ഇത് സൂക്ഷിച്ച് നോക്കാൻ പാടില്ല. അങ്ങനെ നോക്കിയാൽ അതിൽ ഫുള്ള് തെറ്റായിട്ടാണ് വെച്ചിട്ടുള്ളത് ഗ്ലാസ്. എന്ന് വെച്ചാൽ ഇതൊരു സർക്കിളായതുകൊണ്ട് കറക്റ്റിന് വെക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ആവുന്ന പോലെ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്.
പക്ഷെ എന്നാലും കുഴപ്പമില്ല തോന്നുന്നുണ്ട്. നമുക്ക് അകത്തത്തെ ബ്ലോക്കും കൂടി മാറ്റിയിട്ട് ഒന്ന് കാണാം. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഇതിൻ്റെ അകത്തത്തെ ബ്ലോക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രൗണ്ടും ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു പാത്തൊന്ന് റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. നമുക്ക് ഏകദേശം ഇത് ഫുള്ളായിട്ട് പാത്ത് കൊടുക്കുക. ഇതിന് നമുക്ക് ആ തല വരെ കൊടുക്കണം പാത്ത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കട്ടെ. അതങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇത്ര ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വലിയ ലുക്കും കാര്യങ്ങളൊന്നും ഇതിന് കൊടുത്തിട്ടില്ല. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇനി കുറേ കാര്യങ്ങൾ വരാനുണ്ട്. അപ്പോൾ നമുക്ക് പാത്ത് അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കില്ല. അതുകൊണ്ടാണ്. ഇനി നമ്മൾ ഇതിൻ്റെ എൻട്രൻസ് ആണ് സെറ്റ് ചെയ്യാൻ പോണത്. നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് ഫുള്ള് ഗ്ലാസ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോർ വെക്കുന്നുണ്ട്. അത് നമ്മൾ അയൺ ഡോറാണ് വെക്കുന്നത്. അങ്ങനെ നമ്മൾ ഗ്ലാസ് കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഡോറ് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ പ്രഷർ പ്ലേറ്റ് വെച്ചിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യണതും അതുപോലെ തന്നെ ക്ലോസ് ചെയ്യണതും. ക്ലോസ് ചെയ്യണതിന് ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഓപ്പൺ ചെയ്യാൻ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാനും പുറത്തേക്ക് ഇറങ്ങാനും അത് സെറ്റായി. ഇനി വേറെ മോബ് വന്ന് ഇതിന്മേൽ ചവിട്ടി കയറിയാൽ നേരെ അകത്തേക്ക് ഇറക്കാൻ പറ്റും. പക്ഷേ നമ്മളത് കാര്യമാക്കി എടുക്കണില്ല. ഇനി നമുക്ക് ഇതിൻ്റെ അകത്താണ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ. അതിന് ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ വീറ്റ് നട്ട് വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ബ്ലോക്ക് മാറ്റിയിട്ട് നമ്മൾ അതിൽ വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ നടുക്കുന്ന എത്ര വേണമെങ്കിലും വെള്ളം കിട്ടും. പിന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തും വീറ്റ് നട്ട് വെക്കണം. അപ്പോൾ തന്നെ കുറച്ച് ബ്ലോക്ക് ഇവിടുന്ന് മാറ്റിയതിൻ്റെ ശേഷം നമുക്ക് കുറച്ചുകൂടി ഏരിയയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് വെക്കണം. എന്നിട്ട് അതിലൊക്കെ നമുക്ക് ഹോ ചെയ്തതിൻ്റെ ശേഷം അതിലൊക്കെ നമുക്ക് വീറ്റ് നട്ട് വെക്കാം. ഇനി നമുക്ക് 2 ബക്കറ്റ് കൂടി ഒഴിക്കാനുള്ളൂ. അപ്പോൾ എല്ലാതും കംപ്ലീറ്റ് ആവും. ഇനി നമുക്ക് ഇതും കൂടി ഉള്ളൂ. ഇനി നമുക്ക് എല്ലാ ഭാഗത്തൊന്ന് ഹോ ചെയ്തെടുക്കണം. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തെടുക്കട്ടെ. ഇനി നമുക്ക് ഹോ ചെയ്യാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കംപ്ലീറ്റ് ഇത് ഒന്ന് ഹോ ചെയ്തെടുക്കണം. കൂടുതൽ ബ്ലോക്കൊന്നും ഹോ ചെയ്യണില്ല. നമുക്ക് ചിലയിടത്തൊരു 3 ബ്ലോക്ക്, എല്ലായിടത്തത് ഒരു 2 ബ്ലോക്കൊക്കെ നമുക്ക് ചെയ്താൽ മതി. കുറച്ചൊന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കുക, അത്രേ നമ്മൾ വിചാരിക്കണുള്ളൂ. അതായത് നമ്മൾ കംപ്ലീറ്റ് ഹോ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വീറ്റ് നട്ട് വെക്കാം. കുറച്ച് നമ്മൾ വീറ്റ് നടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നായിട്ട് നമ്മൾ പംകിനും നടുന്നുണ്ട്. അതിന് മുന്നായിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഈ ഫ്ലവർ ഒന്ന് വെക്കുന്നുണ്ട്. നമുക്കിത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന് പിന്നെ പാർട്ടിക്കിളും ഇതുപോലെ ഇങ്ങനെ വരും. അതിന് പാർട്ടിക്കിളും ഇങ്ങനെ അടിക്ക് ഇങ്ങനെ വരും. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് നമ്മൾ 4 ഉണ്ട് നമ്മളെ കയ്യിൽ പൂവ്. അത് നമ്മൾ 4 സൈഡിലും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പാർട്ടികളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒന്നുകൂടി ഭംഗിയായിട്ടുണ്ട്. ഇനി ബാക്കി ബിൽഡും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ചെറിയ പോണ്ടൊക്കെ സെറ്റ് ചെയ്യണം വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മരങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോൾ തന്നെ ഒന്നുകൂടി ഭംഗിയായിരിക്കോളും. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഇതുപോലെ ഒന്ന് ലീപ്സ് എല്ലായിടത്തും ഒന്ന് വെച്ച് കംപ്ലീറ്റ് ആക്കിയെടുക്കണം. അപ്പോൾ ഞാൻ അതാണ് ചെയ്യാൻ പോണത്. അതൊന്ന് ചെയ്തെടുക്കട്ടെ. അതങ്ങനെ നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇങ്ങനെ മേലെ പൊന്തിക്കണമൊക്കെ ഉണ്ട്. അതൊന്ന് പൊട്ടിച്ച് കളയാം. കുറച്ച് തന്നെ ഉള്ളൂ. ഈ ഏരിയക്കകത്ത് ഇതുപോലെ കുറച്ച് നിൽക്കുന്നുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ട് 2 മരം നമുക്ക് നട്ട് വെക്കാം. ഇതുപോലെ 2 മരം നട്ട് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ബോൺവിൽ ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട്. അത് 2 അങ്ങനെ ബോൺവിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെന്തായാലും നമുക്ക് ചിലപ്പോൾ മാറ്റേണ്ടി വരും. ഇപ്പോൾ എന്തായാലും തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അടുത്ത ഡെക്കറേഷൻ പരിപാടി നോക്കാം. ഇനി നമുക്ക് ഈ ഏരിയക്കകത്തായിട്ട് ഒരു ഷുഗർ കെയിൻ നട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മേൽക്കും കൂടി ഒന്ന് ആക്കി കൊടുക്കാം. പെട്ടെന്ന് വളർന്ന പോലെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അടുത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് ഗ്ലോബറിയാണ്. നമ്മൾ കുറച്ചധികം തന്നെ സെറ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് നമ്മളെ ഗ്ലാസ് ഭംഗി ഇല്ലാത്തതുകൊണ്ട് ഒന്ന് ഹൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലോബറി എല്ലായിടത്തും വെക്കുന്നത്. നമുക്കിതൊന്ന് ബോൺവീൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതിന് ആവശ്യത്തിനുള്ളത് കിട്ടിക്കോളും. കുറച്ചൊന്ന് ബോൺവീൽ ചെയ്തെടുക്കട്ടെ. അത് കുറച്ചധികം തന്നെ ബോൺവീൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് 52 കിട്ടിയിട്ടുണ്ട്. അതുതന്നെ നമുക്ക് മതിയാവും. ഇനി നമുക്ക് ഇതിൻ്റെ മേലായിട്ട് നമുക്ക് കുറച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തെടുക്കട്ടെ ഇതുപോലെ ഒന്ന്. അതങ്ങനെ നമ്മൾ എല്ലാ ഏരിയയിലും കുറച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല രീതിക്ക് അടിക്ക് വളർന്നു വരും. അപ്പോൾ നമുക്ക് കുറച്ച് സെറ്റ് ചെയ്യണത് തന്നെയാണ് നല്ലത്. ഇനി നമുക്ക് ഈ ഭാഗത്തായിട്ടൊന്ന് മാംഗ്രോവ് ഒന്ന് നട്ടു കൊടുക്കാം. നമുക്ക് ഇത് നല്ല കാണാൻ ഭംഗിയുള്ള മരമാണ്. നല്ല വലുപ്പത്തിൽ വലുതാവും. അതുകൊണ്ട് ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ. നമ്മളിത് വെള്ളത്തിൽ വെച്ചിട്ടാണ് ബോൺവീൽ ചെയ്യാൻ പോണത്. ഇത് വെള്ളത്തിൽ നിന്ന് ബോൺവീലാവും. അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ പോണ്ട് സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. നമ്മളങ്ങനെ മരം സെറ്റായിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് ഇലയും കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ വള്ളിയും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ മരം
വന്ന് മാറ്റി കൊടുക്കാം. നമുക്ക് വേറെ മരം കൂടി ഒന്ന് കിട്ടുമോ നോക്കട്ടെ. നമുക്ക് വേറൊരു സാപ്ലിംഗ് കൂടി കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ നട്ട് വെച്ചിട്ട് ബോൺമിൽ ചെയ്തെടുക്കുക. ഇതൊന്നും കൂടി ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പഴയതൊന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇതിൻ്റെ താഴായിട്ട് നമുക്കൊരു പോണ്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കട്ടെ. ഇത് നമുക്ക് എന്തായാലും അവിടെ ആവശ്യമില്ല. ഇത് നമുക്ക് പൊട്ടിച്ച് മാറ്റാം. പഴയ മരം നമ്മൾ കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ശവലെടുത്തതിൻ്റെ ശേഷം ഇവിടെ ഒന്ന് കളച്ചിടാം. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കളച്ചിടാം. അപ്പോൾ നമുക്കൊരു പോണ്ട് മാതിരി കിട്ടിക്കോളും. നമുക്ക് അതിൻ്റെ ശേഷം ഒരു ബ്ലോക്ക് കൂടി താത്തി കൊടുക്കാം. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. നമ്മളെ മിനി പോണ്ടും അങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടിയിലൊന്ന് ബോൺ വീലും കൂടി ചെയ്താൽ ഒന്ന് സെറ്റ് ആയിക്കോളും. പിന്നെ നമുക്ക് ഇതിൽ തവളനൊക്കെ കിട്ടുമ്പോൾ കൊടുന്നിടാം. ഇപ്പോൾ നമ്മൾ ഈ മരം അതിലേക്ക് ഇറങ്ങിയിരിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാണാനും കുഴപ്പമൊന്നുമില്ല, കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ചായിട്ട് ബോൺ വീലും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴയ മരം വെച്ചാൽ ഈ ഏരിയ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കാം. നമുക്ക് എന്തായാലും ഇനി അത് ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ഭാഗത്തായിട്ടൊന്ന് അസീലിയ ട്രീ ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് കാണാൻ കുറച്ചുകൂടി ഭംഗിയാണ്. ഇതിന്മേൽ പൂവും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇത് കുറച്ചുകൂടി ഭംഗിയുണ്ട്. പിന്നെ ഇതിന്മേന്ന് അവന്മാർ തേനെടുക്കും ഈ പൂവും വന്ന്. അപ്പോൾ നമുക്കൊന്ന് ഈ ഭാഗത്തുകൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ മരം എന്തായാലും നമുക്ക് പൊട്ടിച്ച് മാറ്റാം. അതും അങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല, ഭംഗിയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ പോണ്ട് ചെയ്ത് കൊടുത്ത് കുറച്ച് ഡെക്കറേഷൻ കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും എടുത്തോണ്ടട്ടെ. ഈ പോണ്ടിൽ നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഡ്രിപ്പ് ലീഫ് കുറച്ച് വെക്കുന്നുണ്ട്, അത്ര തന്നെ ചെയ്യണുള്ളൂ. വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇത് നമുക്ക് ഒരു 2 സ്ഥലത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ കുറേ നേരമായി ഇത് ചെയ്തിട്ടിട്ട്, പക്ഷേ നമ്മൾ ഇപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇനി നമുക്ക് കംപ്ലീറ്റ് ഒന്ന് വീറ്റ് വെച്ച് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പംകിനും വെക്കുന്നുണ്ട്. അതന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ബിൽഡ് ചെയ്യണതിൻ്റെ മുന്നായിട്ട് നമ്മളെ ബീനൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബീനെ തേടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ കയ്യിലിപ്പോൾ കുറച്ച് ബീ ഇരിക്കുന്നുണ്ട്. നമുക്ക് അതന്നെ ആവശ്യത്തിനുണ്ടാവും. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ബേബീസിനൊക്കെ ബ്രീഡ് ചെയ്യിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കി കൂട് ഉണ്ടാക്കി വെക്കാം. ബീനെ നമുക്ക് പല എപ്പിസോഡിലായിട്ട് പല കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പുറത്ത് പോകുമ്പോൾ അവിടെ നിന്നൊക്കെ കാണുന്നത് ഞാൻ കളക്ട് ചെയ്തതാണ്. എന്നിട്ട് ഈ പെട്ടിയിൽ കൊടുന്ന് വെച്ചിരുന്നു. ഇവിടെ 4 ഇരിക്കുന്നുണ്ട്. നമുക്ക് 4 കിട്ടിയിട്ടുണ്ട്. അതിലും എല്ലാത്തിലും ഫുള്ള് ബി ഇല്ല, എല്ലാത്തിലും 2 ബി ഒക്കെ വെച്ചിട്ടേ ഉള്ളൂ. ഒന്നിൽ മാത്രം 3 ബി ഉണ്ട്. നമുക്കിനി ഈ ഭാഗത്താണ് സെറ്റ് ചെയ്യാനുള്ളത്. ഇതുപോലെ നമുക്ക് ഒരു 5 ബ്ലോക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇതിലാണ് നമ്മൾ ക്യാൻഫയർ വെക്കുക. അതിന് വേണ്ടിയിട്ടാണ് ക്യാൻഫയർ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ബ്ലോക്ക് മാറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും ഈ സൈഡിലും ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 2 സൈഡിലും ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി വെക്കാം. നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒന്നുകൂടി സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ടൈമിൽ തന്നെ 30 കൂട് ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. 30 കൂട് നമുക്ക് ആവശ്യത്തിനുള്ള എന്തായാലും കിട്ടിക്കോളും. അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ക്യാൻഫയർ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് 30 ക്യാൻഫയർ ആവശ്യം വരുന്നുണ്ട്. അതൊന്ന് സെറ്റ് ചെയ്യട്ടെ. നമ്മളങ്ങനെ അവസാനത്തെ ക്യാൻഫയറും കൂടി വെക്കാൻ പോവുകയാണ്. ഇപ്പോൾ കംപ്ലീറ്റ് ക്യാൻഫയറും വെച്ച് തീർത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മേലായിട്ട് നമുക്ക് ബീ ഹൈവ് കൊടുന്ന് വെക്കണം. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യട്ടെ. ബീ ഹൈവ് ഇതുപോലെ ഇതിൻ്റെ മേലെ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ അല്ലാതെ ഒരു ബ്ലോക്ക് കൂടി നമുക്ക് പൊന്തിച്ച് വെക്കാം. അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ലാബ് എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. നമ്മൾ സ്ലാബ് വെക്കുകയാണെങ്കിൽ ഒരു ബ്ലോക്ക് കൂടി ഏകദേശം ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. പക്ഷേ സ്ലാബ് വെച്ചാൽ പുക വരുന്നുണ്ട്. പക്ഷേ നമുക്ക് കുത്ത് കിട്ടുമോയെന്നറിയില്ല. ഇവന്മാരൊക്കെ ഒന്ന് കുത്ത് കിട്ടുമോ അറിയില്ല. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കണം. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിലത്തെ ഹണി നമുക്ക് കളക്ട് ചെയ്യാം. ആ കളക്ട് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇതുപോലത്തെ കൂട് ഇഞ്ഞും ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അതിന് വേണ്ടിയിട്ട് ഇവന്മാർ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. അതിനകത്ത് തന്നെയാണ് എല്ലാവരും നിൽക്കണത്. ഞാൻ ഷിയർ ഉണ്ടാക്കിയിട്ട് വരാം. ഞാൻ അങ്ങനെ ഷിയർ ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇവന്മാരിവിടെ ഇറങ്ങുമ്പോൾ ഡാമേജ് എടുക്കുന്നുണ്ട് ഈ തീയിൽ തട്ടിയിട്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഡാമേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തീ ഒന്ന് പൊട്ടിച്ച് മാറ്റാം. ഇതിന് മുന്നിലിരിക്കണത് താഴത്തത്തെ അവിടെ തന്നെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ ഇവന്മാരൊക്കെ ചാവും. ഇത് പൊട്ടിച്ച് മാറ്റിയതിൻ്റെ ശേഷം നമുക്ക് ഇതിലത്തെ ഹണി കോമ്പൊക്കെ ഒന്ന് കളക്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ കൂട് ഇഞ്ഞുണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ട്. അതങ്ങനെ കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കളക്ട് ചെയ്യാം. എല്ലാതും അങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് നമുക്കിനി ക്രാഫ്റ്റ് ചെയ്യാം. അതിന് കുറച്ച് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഇതും അതുപോലെ തന്നെ നമുക്ക് വുഡാണ് ആവശ്യമായിട്ടുള്ളത്. ആവശ്യത്തിനുള്ള പ്ലാൻ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ ബീ ഹൈവ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ബീ ഹൈവാണ് വെച്ച് കൊടുക്കാനുള്ളത്. നമ്മളെ കയ്യിൽ ഇത്ര ബീ നെസ്റ്റ് ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ബീ ഹൈവാക്കി വെച്ച് കൊടുക്കേണ്ടി വരും. നമ്മൾ ബീ ഹൈവ് ഒരു ബ്ലോക്ക് കൂടി പൊക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗത്തായിട്ട് ഇനി ട്രാപ്പ് ഡോർ വെച്ച് കൊടുക്കാം. അതിന് താഴായിട്ട് നമ്മൾ സ്ലാബ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബീസൊന്നും അതിൻ്റെ താഴേക്ക് പോകില്ല. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക.
ഇവന്മാർ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ബ്രീഡ് ചെയ്യിപ്പിക്കാം, എന്നാലാണ് നമുക്ക് ഇനിയും കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ബീഹൈവും കാര്യങ്ങളൊക്കെ വെക്കാനും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ട്രാപ്പ് ഡോർ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ കാണാനും കുഴപ്പമൊന്നുമില്ല, ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് തേൻ ഉറ്റി പോകുന്നുണ്ട് അതായത്തേക്ക്, അതെന്താ അറിയില്ല. കാണാൻ എന്തായാലും നല്ല ഭംഗിയുണ്ട്. ഒരു പാർട്ടിക്കിൾ പണ്ട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, പുതിയത് വന്നാൽ തോന്നുന്നു അപ്ഡേഷന്. ഇതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. ഇനി നമുക്ക് എല്ലാ സ്ഥലത്തും ഇതുപോലെ തന്നെ നമുക്ക് ട്രാപ്പ് ഡോർ വെച്ച് കൊടുക്കാം. ഇതാണ് ഒന്നുകൂടി കാണാൻ ഭംഗിയുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഈ ഏരിയത്തെ എല്ലാ കൂട് തന്നെ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ തേൻ കിട്ടിയാലേ നമുക്ക് എല്ലാ ഏരിയത്തെയും കൂട് തയ്യാറാക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് അത്രയും കൂടുതൽ തേനീച്ചനെ കിട്ടിയിട്ടില്ല. നമുക്ക് ഇവിടുന്ന് തേൻ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് തേനീച്ച കൂട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് തന്നെ തേനീച്ചനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ 4 കൂടിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഏരിയ ഒന്ന് ക്ലീനാക്കി വെക്കാം. നമുക്ക് ഈ ഏരിയ ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഇതുപോലെ ഇത് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് 3 സൈഡൊന്ന് ചെയ്തെടുക്കണം. അങ്ങനെ കുറേ ടൈമിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ബീഹൈവ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ടോട്ടൽ 30 ബീഹൈവ് ഇരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഫുള്ളിലും തേനീച്ച ഉണ്ടോയെന്ന് അറിയില്ല. എന്നാലും ഏകദേശം കുറച്ചധികം തേനീച്ച നമ്മളിവിടെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് ഈ ഏരിയക്ക് ഒന്ന് ബോൺവീൽ ചെയ്തെടുക്കാം, എന്നാൽ കാണാനൊന്നും കൂടി ഭംഗി വെച്ചോളും. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാ ഭാഗത്തൊന്നും ബോൺവീൽ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെ വീറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വലുതായിട്ടുണ്ട്. ഈ ഭാഗത്ത് ലൈറ്റിങ് നല്ല കുറവാണ്. അപ്പോൾ നമുക്ക് ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാം. നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടാണ്. നമ്മൾ ഇതുപോലെയാണ് സെറ്റ് ചെയ്യുന്നത്. ഒരു ബ്ലോക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റോറ് നമ്മൾ ഇതുപോലെ ബട്ടൺ വെക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലായിട്ട് നമ്മൾ വാൾസ് വെക്കുന്നുണ്ട് ഇതുപോലെ. ഇനി ഇതിൻ്റെ മേലായിട്ട് നമുക്ക് ഫെൻസ് വെച്ച് കൊടുക്കാം. ഇതുപോലെ 2 ഫെൻസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്കൊന്ന് കയറണം. ഒരു ചെറിയ സംഭവം സെറ്റ് ചെയ്യാണ്ട് നമുക്ക് അതിൻ്റെ മേലായിട്ടൊരു സ്ലാബ് വെച്ച് കൊടുക്കാം. നല്ല കാണാൻ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഒരു സ്ലാബ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലായിട്ട് നമുക്കിനി സ്ലാബ് വെക്കാം. ഇതുപോലെ ഒന്ന് സ്ലാബ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തേക്ക് തന്നെ ഇറങ്ങിയതിൻ്റെ ശേഷം നമുക്കൊരു ബ്ലോക്കും കൂടി ഫെൻസ് വെച്ച് കൊടുക്കാം. നമുക്ക് താഴെ ബ്ലോക്കിലായിട്ടാണ് ഫെൻസ് വെക്കേണ്ടത്. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. മേലത്തെ നമുക്ക് പൊട്ടിച്ച് കളയാം. ഇനി നമുക്ക് ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ലാൻഡേൺ വെക്കാം ഇതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലാൻഡേൺ നമുക്ക് എടുത്തു കൊടുത്തിട്ട് വരാം. അതങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ലാൻഡേൺ തൂക്കിയിട്ടാൽ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഒരു 5-6 നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെട്ടം ഇവിടെ കിട്ടിക്കോളും. അപ്പോൾ ഒന്ന് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ ലാൻഡേഡും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴായിട്ട് നമ്മൾ ബട്ടൺ വെച്ചിട്ടില്ല, അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കട്ടെ. ഇനി കംപ്ലീറ്റ് ഇതുപോലെ ഒന്ന് ബട്ടൺ വെച്ച് കൊടുക്കുക. കംപ്ലീറ്റ് ബട്ടണും വെച്ചിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ഔട്ടായിട്ട് വരുന്നത്. നമ്മളൊരു 4-5 ലാൻഡേൺ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്കൊന്നും അധികം വെട്ടം കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഇവിടെ അധികമായിട്ട് മോബ് സ്പോൺ ആവുകയാണെങ്കിൽ നമുക്ക് പിന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തൽക്കാലത്തിന് ഇത് തന്നെ മതി. പിന്നെ നമ്മളെ മേലെ വെച്ച ഈ ഗ്ലോബറി താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അതിമൊന്നും ഇങ്ങനെ വെട്ടം കിട്ടും ചെറുതായിട്ട്. ഇത് ഇത്ര താഴത്തേക്ക് വരുന്നതുകൊണ്ട് താഴത്തേക്കും നല്ല വെട്ടം കിട്ടും. ഇപ്പോൾ ഇത് മൊത്തത്തിലൊരു കാട് പിടിച്ച രീതിയിലായതുകൊണ്ട് കുറച്ചുകൂടി ഭംഗി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ബീസും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ബീ ഇതിലിങ്ങനെ പാറ കിടക്കുന്ന കാണാനും കുറച്ചുകൂടി ഭംഗിയുണ്ട്. ഇടയ്ക്കിടയ്ക്കായിട്ട് ഇവന്മാരെ ഞാൻ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത്ര തോനെ ബീൻസിനെ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി കുറച്ചാണ് നമുക്ക് കുപ്പിയിൽ കളക്ട് ചെയ്യാം. കുപ്പിയിൽ കളക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബ്ലോക്കാക്കി കണ്ട് ഇവിടെ തന്നെ കൊടുന്ന് വെക്കാം. കുറച്ച് നമുക്കൊരു അച്ചീവ്മെൻറ്റ് ഇപ്പോൾ കിട്ടി. നമുക്ക് കുറച്ച് ബ്ലോക്ക് ആക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ കൊടുന്ന് വെക്കാം. ഇത് കാണാനും നല്ല ഭംഗിയാണ് ബ്ലോക്ക്. ഇത് നമുക്ക് കുടിക്കാനും പറ്റും. പക്ഷെ നമുക്ക് ഹെൽത്തും കാര്യങ്ങളൊന്നും കൂടില്ല, വെറുതെ ഇങ്ങനെ കുടിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ഹണി ഇവിടുന്ന് കളക്ട് ചെയ്യാം. ഇതിലൊക്കെ കുറച്ച് വന്നിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കിട്ടി വെച്ചിട്ട് നമുക്ക് ബ്ലോക്ക് ഉണ്ടാക്കാം. നമ്മളങ്ങനെ ഹണി ബ്ലോക്ക് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാം. ഇതൊന്ന് ഇപ്പോൾ തൽക്കാലം ഇവിടെ നിന്ന് വെച്ച് നോക്കട്ടെ. ഇതിൻ്റെ ശബ്ദം കേൾക്കാൻ നല്ല രസമുണ്ട്. ഒരു വെറൈറ്റി സൗണ്ട് ഇതിന്. നമ്മുടെ മൈൻക്രാഫ്റ്റിൽ അങ്ങനെ കേൾക്കാത്ത ഒരു ഐറ്റം സൗണ്ട്. എന്തായാലും നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ മേൽക്കൂടി ഇങ്ങനെ നടക്കുമ്പോഴും അതേ സൗണ്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. അവന്മാരെല്ലാവരും ഒന്നിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്കിത് കുറച്ചും കൂടി കളക്ട് ചെയ്യാം. എന്നിട്ട് കുറച്ചും കൂടി ബ്ലോക്ക് ആക്കിയതിന് ശേഷം ഒരു 3-4 ബ്ലോക്ക് നമുക്ക് ഇവിടെ തന്നെ പ്ലേസ് ചെയ്ത് വെക്കാം. നമ്മളെ കയ്യിൽ ഇപ്പോൾ ഇത്രയും ബീ ഉണ്ട്. നമുക്ക് ഇപ്പോൾ ആവശ്യത്തിനുള്ള ഇപ്പോഴും ആയിട്ടില്ല. നമുക്ക് കുറച്ച്
കൂട്ടിലൊക്കെ ഇനിയും കുറവുണ്ട്. അപ്പോൾ അതിക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ചും കൂടി നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിച്ച് വെക്കണം ഇവന്മാരെ. നമുക്കങ്ങനെ അടുത്ത ഹണി ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. ഇതുപോലെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ട്. നമുക്ക് പിന്നെ ഇതിൻ്റെ മേലെ കൂടി ഇങ്ങനെ സ്പീഡിൽ നമുക്ക് നടക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. വേറെ കുഴപ്പവും കാര്യങ്ങളും, പക്ഷെ നമുക്ക് ഇതിൻ്റെ മേലെ കൂടി ചാടാൻ പറ്റണില്ല. നമുക്ക് ഒരു ബ്ലോക്കും കൂടി ചാടാൻ പറ്റണില്ല, അങ്ങനത്തെ ഒരു ഇതും കൂടി ഉണ്ട്. നമുക്ക് ഇതിൻ്റെ മേലെ കൂടി കയറിയാൽ പിന്നെ ചാടാൻ പറ്റൂല. ആ ബ്ലോക്കിൽ തന്നെ നമ്മളിങ്ങനെ ഒട്ടി നിൽക്കും. ഓരോ ദിവസം കൂടി തോറും നമ്മൾ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ ഇത്രയും പീസായി. അതുപോലെ തന്നെ നമ്മൾ നല്ല അടിപൊളി ഒരു സെറ്റപ്പ് കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോമ്പ് വെച്ചിട്ടും നമുക്ക് കുറച്ചുകൂടി ബ്ലോക്ക് കൂടി സെറ്റ് ചെയ്ത് വെക്കാം. അതും അങ്ങനെ ഈ സൈഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിനുള്ള തേൻ ഇവിടെ നിന്ന് തന്നെ കിട്ടിക്കോളും. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഒരു ഫാം ഉള്ള രീതിയിൽ ഞാൻ തയ്യാറാക്കാതെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തത്. ഇവന്മാരിത് മേലൊക്കെ പറന്ന് നടക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള തേൻ എന്തായാലും ഇതിൽ നിന്ന് കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.